ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാ സ്ത്രീകളും അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് മെനോപോസ് അഥവാ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർത്തവ വിരാമം കൊണ്ട് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിക്ക് ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് ഈ മെനോപോസ് ഉണ്ടാകുന്നത്, ഏത് പ്രായം മുതലാണ് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടത്, ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യാൻ സ്കോപ്പുള്ള അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. മെനോപോസ് അഥവാ ആർത്തവ വിരാമം. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്. തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്. ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകരോടായി നിങ്ങൾ ടോപ്പിക്ക് ശ്രദ്ധിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെനോപോസ് അഥവാ ആർത്തവ വിരാമമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പോൾ തീർച്ചയായും ഈ വിഷയത്തെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഡോക്ടർ സ്വീറ്റിയോട്. നമ്മുടേത് ഒരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ. അപ്പോൾ TV സ്ക്രീനിൽ കാണുന്ന ആ ഫോൺ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിച്ച് ഡോക്ടറോട് നേരിട്ട് തന്നെ ആർത്തവ വിരാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. ആർത്തവ വിരാമം എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാലോ, ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഈ പീരിയഡ് സൈക്കിളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഡോക്ടർ, ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 12-13 വയസ്സ് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്ന കാര്യമാണ് ഈ മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ പീരീഡ്സ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അനിവാര്യമായിട്ടുള്ളൊരു മെനോപോസിലേക്കും പോകും. അപ്പോൾ ഇതിനെക്കുറിച്ച് പല ധാരണകളും മിഥ്യാധാരണകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ മെനോപോസ് എന്നുള്ളത് ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പോസ് മീൻസ് ഒരു സ്റ്റോപ്പ് എന്നുള്ള പോലെയാണ്. സോ പീരിയഡ്സ് സ്റ്റോപ്പ് ആവുന്നതാണ്. സോ മെൻസ്ട്രൽ പോസ്, അതാണ് മെനോപോസ്. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സ്റ്റോപ്ഡ് ഫോർ ഇത്. അപ്പോൾ ആ ഒരു മെനോ സ്റ്റോപ്പ് അല്ല, മെനോ പോസ് ആണ്. വിച്ച് മീൻസ് ഈവൻ അതിന് ശേഷം ബ്ലീഡ് വരാം ഫോർ സം റീസൺ. ആ റീസൺ അൺനെസസറി റീസൺ ആയിരിക്കാം, ചിലപ്പം സീരിയസ് റീസൺസ് ആയിരിക്കാം. സോ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. സോ ഒരു പരിധി വരെ ഒരു നോർമൽ ലിമിറ്റ്സിനകത്ത് മെനോപോസ് മീൻസ് ഓൾമോസ്റ്റ് ടോട്ടലി പീരിയഡ്സ് ഹാസ് സ്റ്റോപ്ഡ്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. സോ അതൊരു അതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു 6 months to 1 year വരെ ഒരു പ്രാവശ്യം പോലും പീരിയഡ് വരാതെ, നോട്ട് ഈവൻ എ സിംഗിൾ ബിറ്റ് ഓഫ് സ്പോട്ട് ഓഫ് എ ബ്ലീഡിങ്, ദെൻ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് മെനോപോസ്, ആർത്തവ വിരാമം. അപ്പോൾ ഈ ഇത് നമുക്ക് ഓക്കെ, ദിസ് ഇസ് മെനോപോസ് എന്നുള്ളത് എക്സാക്ട്ലി കംപ്ലീറ്റ് ആയിട്ട് അത് മെനോ സ്റ്റോപ്പ് ഓൺ ഹാസ് നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഈ പീരിയഡ്സ് ഉണ്ടാവുന്ന ആ ഒരു ഹോർമോൺസിനെയൊക്കെ സ്റ്റോപ്പായോ എന്ന് പറഞ്ഞ് നോക്കാൻ ബ്ലഡിൽ കൂടെ പറ്റും. അത് കൺഫേം കൂടി ചെയ്യണം. അല്ലെങ്കിൽ ഇത് പോസ് ആണോ സ്റ്റോപ്പാണോ എന്ന് അറിഞ്ഞൂടാ. അത് പിന്നെയും ബ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ചിലർക്ക് നേരത്തെ യൂട്രസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അഡിനോമയോസിസ്, ഫൈബ്രോയിഡ് പോലുള്ള. അങ്ങനെയുള്ളവർക്ക് ഈ മെനോപോസ് എന്തുവാണ്? ആക്ച്വലി പീരിയഡ്സ് പതുക്കെ ഈ പിന്നെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട്, മിഥ്യാധാരണ എന്ന് പറയും. ദറ്റ് ഈസ് എ റോങ് നോഷൻ ദറ്റ് ഒരുപാട് ബ്ലീഡിങ് ഇങ്ങനെ വന്ന് സ്റ്റോപ്പ് ആവുന്നൊരു തെറ്റായ ധാരണയുണ്ട്. ഒരിക്കലും അല്ല. ഒരുപാട് ബ്ലീഡിങ് വരേണ്ടത് സം ഡിസീസ് യു ഹാവ്. ഇറ്റ് ക്യാൻ ബി അഡിനോമയോസിസ്, യൂട്രസിൽ ഫൈബ്രോയിഡ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം, അത് അങ്ങനെയുള്ളതായിരിക്കും. അതിനൊക്കെ ഇപ്പം നമ്മൾ സർജറി അല്ല, നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. സോ അതിന് സർജറി ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് സ്റ്റോപ്പ് ആവാൻ പോവുകയാണെന്നുള്ള തെറ്റായ ധാരണയിലോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചോ ഇരിക്കരുത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഹെൽത്ത് ലെവൽ കുറഞ്ഞ് ഹീമോഗ്ലോബിൻ കുറഞ്ഞ് അനീമിക് ആവുകയാണ് നമ്മൾ. സോ അത്
I have told so many times സർജറി ഇല്ലാത്ത മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് യൂട്രസ് ഡിസീസസിനെല്ലാം ഉണ്ട്. ഫൈബ്രോയിഡിനുണ്ട്, അഡിനോമയോസിസിനുണ്ട്. സോ പ്ലീസ് whoever wants can come to me. WHO is sponsoring and is campaigning actually this medical treatment. സ്ത്രീകളുടെ അവയവങ്ങൾ ഓർഗൻസ് എടുത്ത് മാറ്റാതെ, യൂട്രസും എടുത്ത് മാറ്റാതെ, ഓവറിയൊക്കെ എടുത്ത് മാറ്റാതെ വി ക്യാൻ ട്രീറ്റ് യൂട്രസിൻ്റെ ഡിസീസസ്. സോ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് വന്നിട്ട് അതിന് ട്രീറ്റ്മെൻ്റ് ഉള്ള സ്ഥിതിക്ക് അത് ഓവർ ബ്ലീഡിങ് ആകുമ്പോൾ അത് എന്തെന്ന് കണ്ടുപിടിക്കുക, അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിൽക്കാനാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കരുത്, പേടിക്കണ്ട. ബിക്കോസ് ഇപ്പം സർജറി ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സോ യൂട്രസ് എടുത്തു മാറ്റുമോ എന്നുള്ള പേടിയിൽ അത് പേടിച്ചിട്ട് ഇത് സ്കാൻ ചെയ്യാതിരിക്കുകയോ കണ്ടുപിടിക്കാതിരിക്കുകയോ ചെയ്യരുത്. ബിക്കോസ് 6 മാസം സ്റ്റോപ്പായിരിക്കും, പിന്നെയും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. സോ അപ്പോൾ ഇത് മെനോപോസ് ആയതാണെന്ന് വിചാരിക്കും, പിന്നെയും ബ്ലീഡ് ചെയ്യും. അപ്പോൾ പലരുടെയും വിചാരം ഇത് നിൽക്കാൻ വേണ്ടി പിന്നെയും ബ്ലീഡ് ചെയ്യാണ്. അല്ല, അത് യൂഷ്വൽ തെറ്റായ ധാരണ ഓവർ ബ്ലീഡിങ് ആവുന്നത് നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഒരിക്കലും അല്ല. മെനോപോസ് ആവുന്ന ഒരു സ്ത്രീയുടെ സൈക്കിൾസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, അവർക്ക് ഒരു വർഷത്തിന് മുമ്പേ പതുക്കെ ബ്ലീഡിങ്ങിൻ്റെ അളവ് കുറയാൻ തുടങ്ങും, എത്ര ദിവസം എന്നുള്ളത് കുറയാൻ തുടങ്ങും. പിന്നെ 1-2 മാസം വരാണ്ടാവും, 3-ാമത്തെ മാസം വരും, പിന്നെ വീണ്ടും ഒരു 3-4 മാസം വരാണ്ടാവും. അങ്ങനെ എന്താ അത് കാണിക്കുന്നത്? നമ്മുടെ സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു വരികയാണ്. അങ്ങനെയാണ് വന്ന് സ്ത്രീ ഹോർമോണുകൾ ഫൈനലായി ഉള്ള സ്ത്രീ ഹോർമോണുകൾ പതുക്കെ ഒരു ഓൾമോസ്റ്റ് ലോവസ്റ്റ് ലെവലിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ പീരിയഡ്സ് ഉണ്ടാവാതെ ആകുന്നത്, വിച്ച് വി കോൾ മെനോപോസ്. അതിനെ നമ്മൾ തീർച്ചയായിട്ടും ബ്ലഡ് ടെസ്റ്റിലൂടെ കൺഫേം ചെയ്യണം. ദർ ഈസ് few hormones called menopausal hormones. അതായത് ആ ഹോർമോൺസ് ഓട്ടോമാറ്റിക്കലി മെനോപോസ് ഉള്ളവർക്ക് അത് കൂടുതൽ കാണിക്കും, മെനോപോസ് ആയവർക്ക്. അത് നമുക്ക് ചെറുപ്പത്തിലേ അങ്ങനെ ആയവർക്ക് നമുക്ക് റിവേഴ്സ് ചെയ്യാനും പറ്റും. അങ്ങനെയും ഉണ്ട് ഒരു കാര്യങ്ങൾ. ചെറുപ്പത്തിലേ അറിയാതെ ഇങ്ങനെ ഇപ്പോൾ PCOD പേഷ്യൻസ് ഒക്കെ ഉണ്ട്, ട്രീറ്റ് ചെയ്യാതെ പീരിയഡ്സേ വരാതിരുന്ന് മെനോപോസ് ആയിപ്പോവും. അവർക്ക് നമുക്ക് വന്നിട്ട് അവരുടെ ഓവറിക്ക് കപ്പാസിറ്റി ഉണ്ട് വീണ്ടും എഗ്സ് ഉണ്ടാക്കാൻ. സോ അങ്ങനെയുള്ളവർക്ക് നമുക്കത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഒരു ഏജിൽ ഓവറിക്ക് ഇത്ര എഗ്സേ ഒരു ജീവിതത്തിൻ്റെ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഇറ്റ് ഈസ് സെറ്റ്, ഓൾ സെറ്റ് വെൻ വി ആർ ബോൺ. ഒരു ഓവറിക്ക് ഇത്ര എഗ്സ് ആണ് ഒരു ഹോൾ ലൈഫ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൺ ആൻ ആവറേജ് ഒരു സ്ത്രീക്ക് അങ്ങനെയാണെങ്കിൽ എത്ര? 400 എഗ്സ് വരെ ഒരു ലൈഫ് ടൈമിൽ. ഒരു ലൈഫ് ടൈമിൽ 400 എഗ്സ് ഓൾമോസ്റ്റ് ആവറേജ് 400 കുട്ടികൾ വരെ ഇഫ് പോസിബിൾ, മേ ബി നോട്ട് ലൈക്ക് ദാറ്റ്. സി ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം 11 years 12 years തൊട്ട് തുടങ്ങി മേ ബി ഇഫ് ഷീ ഈസ് 50 years വരെ മെൻസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ 2 ഓവറി ഉണ്ട്. ഈ മാസം ഈ ഓവറിയാണ് ഓവുലേറ്റ് ചെയ്യണമെങ്കിൽ ആ മാസം അടുത്ത മാസം. ചിലർക്ക് ഹൈപ്പർ ഓവുലേഷൻ ഉള്ളവരുണ്ട്, അതായത് ഒരേ പ്രാവശ്യം 2 ഓവറിയും ഓവുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ട്വിൻസ് ഒക്കെ ഉണ്ടാവുന്നത്. നാച്ചുറലി അതും ഹെറിഡിറ്ററിയാണ്. ഈ അമ്മയ്ക്ക് ട്വിൻസ് ഉണ്ടെങ്കിൽ മക്കൾക്കും ഒക്കെ ട്വിൻസ് ഉണ്ടാവും. സോ അവരൊക്കെ ഹൈപ്പർ ഓവുലേറ്റ് ചെയ്യുന്ന ലേഡീസ് ആയിരിക്കും. ഒരേ സമയത്ത് 2 എഗ്സ് 2 ഓവറിൽ നിന്നും വരുന്ന അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. സോ അങ്ങനെയുള്ള ട്വിൻസ്, അങ്ങനെ ഓവുലേഷൻ കൂടുതലുള്ളവരുമുണ്ട്. സോ ആവറേജ് എമൗണ്ട് വന്നിട്ട് അത് ലൈഫ് ടൈമിൽ സ്പേം പോലെയല്ല, ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലേഡീസിൻ്റെ അടുത്ത് ഏജ് എന്ന് പറയുന്നത്. കാര്യം വെച്ചാൽ ഒരു ഏജിന് ശേഷം ഒരു 30-32 ഒക്കെ കഴിയണ സമയമാകുമ്പോഴത്തേക്കും ഹെൽത്ത് ഓഫ് ദി എഗ്സ് ഉണ്ടാവും. 45-50 വരെ എഗ്സ് ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ പീരിയഡ്സ് വരുന്നത്. പക്ഷേ ഹെൽത്ത് ഓഫ് ദി എഗ്സ് വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത്, പിന്നെ മൈൽ സ്റ്റോൺസ്, ഇതെല്ലാം ഡിലേഡും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അമ്മയുടെ ഏജ് കൂടുന്തോറും കുട്ടിയിലുണ്ടാകാവുന്നുള്ള പ്രോബ്ലംസ് കൂടുതലായിരിക്കും. മേ ബി ഇൻ്റലിജൻറ്റ് ചൈൽഡ്സ്, നല്ല ഇൻ്റലിജൻറ്റ് ചൈൽഡ് എന്നുള്ളതിൻ്റെ അളവ് കുറയും, ബേസിക് ഇൻ്റലിജൻസ് കുറയും. പിന്നെ നല്ല ഒരു പെട്ടെന്നുള്ള ഒരു ഹെൽത്ത്, കുട്ടിക്കുണ്ടാവുന്ന ഒരു ഇമ്മ്യൂണിറ്റി, അതായത് എങ്ങനെ പെട്ടെന്ന് ഡിസീസസ് വന്നാൽ അതിനെ എതിർക്കാനുള്ള ശക്തി, ഇതൊക്കെ കുറഞ്ഞ ഒരു കുട്ടിയായിരിക്കും ചിലപ്പം പ്രസവിക്കാൻ പറ്റുക. ബിക്കോസ് എഗ്ഗിൻ്റെ ക്വാളിറ്റി ഈസ് വെരി, ഓഫ് കോഴ്സ് സ്പേമിൻ്റെ ക്വാളിറ്റി വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ അച്ഛൻ്റെ ഏജും വളരെ ഡിലേഡ് ആയിരുന്നാലും ഇതേപോലെ
പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഹാർട്ട് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് കുട്ടിക്ക്. സോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ലേഡിയുടെ ഏജിനെ നമ്മളെപ്പോഴും മുൻനിർത്തുന്നത്. കാര്യം വെച്ചാൽ അവർക്ക് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റി ഓഫ് എഗ്സ് നന്നായിട്ട് കുറയും. സോ അപ്പോൾ ഈ ഒരു മെനോപോസ് എന്ന് പറയുന്നത് നമ്മളൊരു ഓൺ ആൻ ആവറേജ് ഫ്രം 45 to 55 വരെ ഇപ്പോൾ പറയുന്നത്. ബിക്കോസ് ഇപ്പോൾ കുറച്ചും കൂടി ലേറ്റായിട്ടാണ് ആവുന്നത്. ഫുഡ് കൾച്ചറൊക്കെ കൊണ്ടായിരിക്കാം, മേ ബി നല്ല ഹെൽത്ത് കൊണ്ടായിരിക്കാം. പണ്ടൊക്കെ ഒരു 50ക്ക് മുമ്പേ മെനോപോസ് ആയിരിക്കും മിക്കവരും, 40 to 45 ആയിരുന്നു. ഇപ്പോൾ വി ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം 45 to 50 എന്നായി. ഇപ്പോൾ 55 വരെ ഓൾമോസ്റ്റ് പോകുന്നുണ്ട്. സോ അതെല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നമ്മുടെ ഈ ഹെവി മീറ്റ് ഇതൊക്കെ കഴിക്കണത് കൊണ്ട് ഹോർമോൺസ് പിന്നെയും ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. ഒരു രീതിയിൽ നല്ലതാണ്. പിന്നെ എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ മദേഴ്സ് ഫാമിലി. അപ്പോൾ നമ്മുടെ എക്സ് ക്രോമസോം അമ്മയിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നാണ് നമുക്ക് ഈ പീരിയഡ്സ് എപ്പോൾ തുടങ്ങണം എപ്പം നിൽക്കണം. ഇത് അമ്മയുടെ ഫാമിലി വഴിയുള്ള ക്രോമോസോം, അമ്മ വഴിയുള്ള ക്രോമോസോം എക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എപ്പോൾ ഒരു സ്ത്രീക്ക് പീരിയഡ്സ് തുടങ്ങണം, എപ്പോൾ നിൽക്കണം. പിന്നെ ഇതിനെല്ലാത്തിനും അപ്പുറത്ത് കേരളം പോലുള്ള സ്ഥലത്തിൽ ഡിസൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസാണ്. എന്ന് വെച്ചാൽ എപ്പോൾ ഗർഭപാത്രം എടുത്ത് മാറ്റണം അപ്പോൾ മെനോപോസ്. അതിപ്പോൾ 35 വയസ്സിൽ അവരെടുത്ത് മാറ്റും, 20 വയസ്സിലെടുത്ത് മാറ്റും, 25 വയസ്സിൽ, 40 വയസ്സിലെടുത്ത് മാറ്റും. 40 വയസ്സിന് മുകളിൽ എടുത്ത് മാറ്റിയിരിക്കും ഫോർ എനി റീസൺ, റെലവൻറ്റ് ഓർ ഇറലവൻറ്റ്. സർജിക്കൽ മെനോപോസ് ഇസ് ഇന്നത്തെ കാലത്ത് അതാണ് കൂടുതൽ കാണുന്നത്. യഥാർത്ഥത്തിൽ വെറുതെ ഒരു സ്ത്രീയെ ആക്ച്വലി പറഞ്ഞാൽ ഈ മുഴയൊക്കെ ഇത്ര വലിയ നമ്മുടെ കോങ്കോയിൽ പറയണ വെച്ചാൽ മുഴയൊക്കെ ഇത്ര വലിയ ഭയങ്കര പ്രശ്നമാക്കേണ്ട കാര്യമേ ഇല്ല. 10 സെൻറ്റിമീറ്റർ വരെ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ഇറ്റ്. ചുമ്മാ 1-2 ഗുളികകൾ ലൈക്ക് യു ടേക്ക് ഫോർ ഷുഗർ ഓർ പ്രഷർ, ജസ്റ്റ് ഗിവ് ഇറ്റ്. That is how I am advising all my patients who come for this fibroids and all. See, just don't take it too much into ഇത് ഒട്ടനെ എടുത്ത് മാറ്റി ഉടനെ നമ്മളൊക്കെ ഒരു ആക്ച്വലി 10 സെൻറ്റിമീറ്റർ മുഴ വരെ ഒരു ഉപദ്രവം ഇല്ലാത്ത ലേഡീസ് ഉണ്ട്. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓൾസോ ഐ ഗോട്ട് ഫ്യൂ പേഷ്യൻസ്, അവർക്ക് അറിയുന്ന പോലും ഇല്ല, ബ്ലീഡിങ് വളരെ ഹൈ ഒന്നുമില്ല, ചെറിയ ഒരു അടിവയറിലൊരു ഒരു ഇത് അങ്ങനെയൊക്കെ ഉള്ളൂ. സോ ഇവർക്ക് ചട്പട്ടാന്ന് പറഞ്ഞിട്ട് ആ യൂട്രസിനെ എടുത്ത് മാറ്റി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇത്രയും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, മുഴയുടെ സൈസേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് അതിന് വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ഇത്രയും വലിയ കുട്ടിയെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള വയറാണ്. സോ അത് വിരിഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് വലുതാവുന്നുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക. പിന്നെ കുറച്ച് സിമ്പിൾ ടാബ്ലറ്റ്സിൽ അതിന് ഓവർ മേ ബി ഇറ്റ് വിൽ ടേക്ക് മന്ത്സ് ഓർ മേ ബി 1 year. നമ്മളിപ്പോൾ UK ആണെങ്കിൽ വി ക്യാൻ സേ 12 to 24 months എന്നാണ് നമ്മുടെ പ്രിസ്ക്രിപ്ഷന് എഴുതുന്നത്. എവറി 3 months പേഷ്യൻസിനെ കാണുകയുള്ളൂ തന്നെ. ഇത് കൺസൾട്ടൻ്റ് അപ്പോയിൻമെൻറ്റിന് കിട്ടുന്ന എവറി 3 months സോ 3 months സോ ദാറ്റ് 1 to 2 yearsനകത്ത് എത്ര വലിയ മുഴയാണെങ്കിലും അത് പതുക്കെ കുറഞ്ഞ് ഈ 1 or 2 tablets റെഗുലർലി കഴിക്കുക, വിച്ച് ഹസ് ഗോട്ട് നോ സൈഡ് ഇഫക്റ്റ് ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഗോ അവേ ബൈ ഇറ്റ്സെൽഫ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പീരിയഡ്സ് നിൽക്കും, ഓട്ടോമാറ്റിക്കലി ദിസ് വിസ് ഓൾ സ്റ്റോപ്പ്. ഇവിടെ കാണിക്കണ ഈ ബഹളം കണ്ടു കഴിഞ്ഞാൽ ഈ മുഴ എന്തോ ഭയങ്കര പ്രശ്നമാണ്, അതിൻ്റെ ആളുകൾക്ക് എന്തോ തെറ്റായ ഒരു ധാരണ ഇറ്റ് വിൽ ബിക്കം ക്യാൻസർ. നെവർ ഹാവ് വി സീൻ ദറ്റ് ബിക്കം ക്യാൻസർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്രിയേറ്റഡ് മെനോപോസാണ് കൂടുതൽ, വിച്ച് ഇസ് സർജിക്കൽ. സർജറി കൊണ്ട് എടുത്തു മാറ്റുന്ന ഓവറി 40-ന് ശേഷം മാക്സിമം ഈ യൂട്രസും ഓവറിയും എടുത്തു മാറ്റി ഉള്ള മെനോപോസ്, സർജിക്കൽ ക്രിയേറ്റഡ് മെനോപോസസ്, ഡോക്ടർ ക്രിയേറ്റഡ് മെനോപോസ് ഓർ ഹോസ്പിറ്റൽ ക്രിയേറ്റഡ് മെനോപോസ്, സർജിക്കലി മെനോപോസ്ഡ്, അവരാണ് ഇപ്പോൾ കൂടുതൽ. സോ ദാറ്റ് വിൽ ബി മോർ യങ്. ചുമ്മാ വിട്ട ഇന്നത്തെ കാലത്ത് എല്ലാ ലേഡീസും ഗോ ഫോർ 50-55 വരെ പീരിയഡ്സ് പോകുന്നുണ്ട്. സോ ദറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. ഒരു ലേഡിക്ക് ഭയങ്കര ഒരു പ്രൊട്ടക്ഷനാണ് ഈ പീരിയഡ്സ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സ്ത്രീ ഹോർമോണുകൾ അവരിലുണ്ട്, വിച്ച് ഈസ് എ ബിഗ് പ്രൊട്ടക്ഷൻ. ഞാൻ പറഞ്ഞ അവരുടെ ഷീൽഡ് പോലെയാണ്. രോഗത്തിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ, എല്ലുകളുടെ ഒരു തേയ്മാനത്തിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ, ഹാർട്ടിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ, ഹാർട്ട് അറ്റാക്സ് വരാതിരിക്കാൻ. ഡോക്ടർ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇപ്പോൾ PCOD ഉള്ള ചില ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം PCOD പ്രോബ്ലം ഉണ്ടെന്ന് അറിയുന്നില്ല,
അവർ ഇരുന്ന് ഓട്ടോമാറ്റിക് ഒരു മെനോപോസിലേക്ക് പോകുന്ന കേസസ് ഉണ്ട്. ഇതുപോലെ ഡോക്ടർ ഇപ്പം ഈ പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ, അഡിനോമയോസിസ് പോലെയൊക്കെയുള്ള, ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഡോക്ടർ. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ 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 ഡോക്ടർ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ഇതാരാണ്? എൻ്റെ പേര് ദീപ എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഓക്കെ, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഓക്കെ, ഹായ് ദീപ. ഹലോ ഡോക്ടർ, ഞാൻ എൻ്റെ അമ്മേൻ്റെയാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പം എനിക്ക് ഇപ്പം 51 years ആണ്, 51. ഓക്കെ. അമ്മയ്ക്ക് കുറച്ച് നാളായിട്ട് ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് നിൽക്കും. അങ്ങനെ കുറച്ച് നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് കൺസേൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉറക്കം ഭയങ്കര കുറവാണ്, ഭയങ്കര സ്ലീപ്ലെസ് ആണ്. അപ്പം അതിനെന്തെങ്കിലും ഇതുമായിട്ട് ബന്ധം ഉണ്ടോ എന്നുള്ളത് കുറച്ച് നാളായിട്ടുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പം ഡോക്ടറിന് സ്കാൻ ചെയ്യാത്ത എന്താണ്, യൂട്രസിൽ എന്താ പ്രോബ്ലം എന്നറിയാം ഹെവി ബ്ലീഡിങ്ങിന്? ഇത് ഡോക്ടർ കാണിച്ചപ്പം ആദ്യം ഇത് മെനോപോസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്, നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിൽക്കാൻ വേണ്ടിയിട്ടല്ല, റെഗുലർ ആയിട്ട് വരുന്നില്ല. ഇല്ല, നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹെവി. ദാറ്റ്സ് വാട്ട് വി ആർ എക്സ്പ്ലെയിനിങ് നൗ. സോ റോങ് തിങ്, റോങ് ഒരു നോഷൻ. എങ്ങനെ ആളുകളുടെ തലയിൽ കയറി എന്നറിയില്ല. ഹെവി ബ്ലീഡിങ് വരുന്നത് ഡെഫിനറ്റ്ലി യൂട്രസിൻ്റെ എന്തോ ചെറിയ പ്രോബ്ലം കൊണ്ടാണ്, വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് മെഡിക്കലി. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്ന പേടിച്ചിട്ട് നിൽക്കാനാണെന്ന് പറയണ്ട. നിൽക്കാനാണെങ്കിൽ കുറഞ്ഞാണ് വരുന്നത് ബ്ലീഡിങ് കൂടുകയല്ല ചെയ്യണം. സോ ഫസ്റ്റ് തിങ് സ്കാൻ ചെയ്യണം. ട്രിവാൻഡ്രത്താണെങ്കിൽ യു ക്യാൻ കം ആൻഡ് അപ്രോച്ച് മീ. നമുക്കൊരു നല്ല സൊണോളജിസ്റ്റ്, സീനിയർ സൊണോളജിസ്റ്റിനെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിക്കാം. ആൻഡ് വിൽ ഫൈൻഡ് വാട്ട് ഈസ് ദ യൂട്രസ് ഡിസീസ് എന്താണെന്ന് ഫൈൻഡ് ചെയ്ത് ട്രീറ്റ് ചെയ്യുമ്പം മെനോപോസിൻ്റെ ടൈം ആയോ എന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ബ്ലഡിൽ. So that we can treat her and menopause അടുത്തെങ്കിൽ she will definitely go for menopause. ഇത് എല്ലാ മന്തും ഇല്ല, അതാണ്. പക്ഷേ ഒരു സ്കാൻ പോലും ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. അകത്ത് എന്ത് നടക്കണമെന്ന് അറിയാതെ നമ്മളായിട്ട് ഇങ്ങനെ ഗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ റൈറ്റ് എന്ന് തോന്നണില്ലേ? അത് തെറ്റാണ് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളപ്പോൾ. Correct. It's very wrong because you seem to be a learned person, literate person. അപ്പോൾ നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ കണ്ണും കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് വിത്ത് സോ മച്ച് ഓഫ് ടെക്നോളജി. ഇന്ന് ഓപ്പറേഷൻസ് പോലും വേണ്ട. വാട്ട് ഐ ആം ഡൂയിങ് ഇസ് സർജറി ലെസ് ട്രീറ്റ്മെൻറ്റ് ഫോർ യൂട്രൈൻ ഡിസീസസ്. ദാറ്റ് ഈസ് ദ ന്യൂവസ്റ്റ് ടെക്നോളജി വിച്ച് വി ഹാവ് കം ഇൻ. സോ ഈ യൂട്രസ് എടുത്ത് മാറ്റുക എന്നുള്ള സിസ്റ്റത്തിനെ നമ്മൾ വി ഹാവ് ടു ബ്ലോക്ക് ഇറ്റ് ഫസ്റ്റ്. വി വിൽ ഹാവ് ടു ഗോ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വിച്ച് ഇസ് വെരി വെരി യൂസ്ഫുൾ ഫോർ വിമൻ. അവരുടെ പേടിയാണ് ആദ്യം മാറുന്നത്. പിന്നെ അവരുടെ അനാവശ്യമായിട്ടുള്ള ഈ വേറെ ഈ മെനോപോസ് കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഇത് സർജിക്കൽ കോംപ്ലിക്കേഷൻസ് ഇതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ അത് മാത്രമല്ല, ഈ ഓവർ ബ്ലീഡിങ് എന്തെങ്കിലും ഇപ്പോൾ അഡിനോമയോസിസോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് കൊണ്ടോ ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണ സമയത്ത് തന്നെ നാച്ചുറലി മെനോപോസ് ആകേണ്ട ആളാണെങ്കിൽ ആയിക്കോളും. ചിലപ്പോൾ അങ്ങനത്തെ വല്ല ഡിസീസ് ഉള്ളത് കൊണ്ട് മെനോപോസ് ആകാതെ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെയും ഇരിക്കും. ഗർഭപാത്രത്തിന് ചുരുങ്ങാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് മെനോപോസ്? ഗർഭപാത്രം ചുരുങ്ങണം, ഇറ്റ് ഹാസ് ടു ഷ്രിങ്ക്. അപ്പോൾ അത് എന്തുകൊണ്ട് ഷ്രിങ്ക് ചെയ്യുന്നില്ല? സോ സംതിങ് ഈസ് പ്രിവെൻറ്റിങ് ഇറ്റ്. എന്തോ ഒന്ന് തടസ്സമായി നിൽക്കുന്നുണ്ട് അതിന് ചുരുങ്ങി മെനോപോസ് ആക്കാൻ പറ്റാതെ. സോ ആ തടസ്സത്തിനെ കണ്ടുപിടിച്ച് നമ്മൾ റിലീവ് ചെയ്ത് കൊടുത്താൽ ഷീ വിൽ ഓട്ടോമാറ്റിക്കലി ഗോ ഇൻ ടു എ നോർമൽ മെനോപോസ്. പിന്നെ നമുക്ക് മെനോപോസൽ ട്രീറ്റ്മെൻറ്റ്സ്, ന്യൂട്രീഷൻ അത് കൊടുത്തു കഴിഞ്ഞാൽ ഷീ വിൽ ബി വെരി നോർമലി ഗോയിങ് ഇൻ ടു എ നോർമൽ ലൈഫ്, ഹെൽത്തി ലൈഫ്. ദിസ് ഇസ് ഓൾ ഇറ്റ്. ഇഫ് പോസിബിൾ പ്ലീസ് കം ആൻഡ് സീ മീ. പേട്ടയിലാണ്, പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവേദി റോഡ്. മൈ ലാൻഡ് നമ്പർ ഇസ് കമ്മിങ് ഹിയർ. പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ, ഡോണ്ട് ബോദർ അബൌട്ട് എനിത്തിങ് എൽസ്. ഓപ്പറേഷൻ അങ്ങനെ ഇങ്ങനെ പേടിയിലാണ് അമ്മ ഇരിക്കണമെങ്കിൽ ജസ്റ്റ് അഷ്യൂർ ഹെർ ദർ വോണ്ട് ബി എനി ഓപ്പറേഷൻ, വാട്ട് എവർ ബി ഇറ്റ്, ബട്ട് വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ്. റൈറ്റ്? ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ 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 ട്രിവാൻഡ്രത്തുനിന്നാണ് ഓ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ആർത്തവ വിരാമം അഥവാ മെനോപോസ് ആണ്. ചോദിച്ചോളൂ ഡോക്ടറോട് ചോദ്യം. ഹായ്. ഇതിപ്പോ എൻഡോമെട്രിയോസിസ് ഇല്ലേ,
അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? അതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എൻഡോമെട്രിയോസിന് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ട്രീറ്റ്മെന്റ് തന്നെയാണുള്ളത്. എന്നാ വെച്ചാല് എനിക്ക് കുട്ടികളില്ലേ, 10 years ആയി മാരേജ് ആയിട്ട്. ഓക്കെ. അപ്പം ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോ എൻഡോമെട്രിയോസിസ് എന്നാ പറഞ്ഞേ. അതുകൊണ്ടിട്ട് ഡെഫിനറ്റ്ലി ട്രീറ്റ്മെന്റ് ഉണ്ട്. നല്ല ട്രീറ്റ്മെന്റ് എടുക്കണം. എടുത്ത് കുറച്ച് സമയം എടുക്കും. അപ്പൊ ഈ 10 വർഷം കൊണ്ട് എന്ത് ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുന്നത്? ആദ്യം എടുത്തിരുന്നു, പക്ഷെ ഇംഗ്ലീഷ് മെഡിസിൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് മെഡിസിൻ? ഏത് ഇംഗ്ലീഷുകാരുടെ? ഇംഗ്ലീഷുകാരൊക്കെ എന്നോ പോയി നാട്ടിൽ നിന്ന്. 75 വർഷമായി. ഒരു ഇംഗ്ലീഷുകാരും അല്ല, ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യൻസിന്റെ മെഡിസിൻ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. കോവിഡ് വന്നപ്പോൾ വാക്സിൻ ഒക്കെ കണ്ടില്ലേ, ഇന്ത്യയല്ലേ പ്രൊഡ്യൂസ് ചെയ്ത്. വി ആർ ഇനഫ് നൗ. ഇന്ത്യ ഈസ് ഇനഫ് ഫോർ അവർ ഓൺ മെഡിസിൻ. നമുക്ക് ഒരു ഇംഗ്ലീഷും വേണ്ട. വി ആർ ഇനഫ്. സോ നമ്മുടെ മെഡിസിൻസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദർ ഇസ് നോ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ പേര് എഴുതിയിരിക്കണുണ്ടായിരിക്കും. അത് നമ്മളിപ്പോൾ പഠിക്കണതും ഇംഗ്ലീഷിലല്ലേ പഠിക്കുന്നത്. ഓക്കെ. അല്ല, എനിക്കിപ്പോ ആയുർവേദത്തിന്റെ ഒക്കെ ചെയ്തോണ്ടിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കൂടുതൽ എനിക്ക് അറിയില്ലായിരുന്നു. കൂടുതലും നമ്മൾ ഈ മൂവാറ്റുപുഴ പോലെയുള്ള അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെയാ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്താൽ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഇങ്ങനെ ഇടവിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ തരുമല്ലോ. ലാപ്രോസ്കോപ്പിയൊക്കെ അഫ്കോഴ്സ് അലോപ്പത്തി. ഇപ്പം ഇഫ് യു മീൻ ഇംഗ്ലീഷ്, ഐ തിങ്ക് യു മീൻ അലോപ്പത്തിക് മെഡിസിൻ വിച്ച് ഇസ് മോഡേൺ മെഡിസിൻ അല്ലേ? വേൾഡ് വൈഡ് ഉള്ള ഒരു മെഡിസിൻ, അലോപ്പത്തിക് മെഡിസിൻ, ദറ്റ് ഈസ് കോൾഡ് മോഡേൺ മെഡിസിൻ. അത് ലാപ്രോസ്കോപ്പിയൊക്കെ അതിലല്ലേ വരുന്നത്. ലാപ്രോസ്കോപ്പി ചെയ്തപ്പോൾ മിനിമം എൻഡോമെട്രിയോസിസ് പറഞ്ഞായിരുന്നു. സോ അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ബോഡിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലേ പറയുന്നത്? ആണോ? അല്ല, ബോഡിക്ക് എനിക്ക് IVF ചെയ്തു. IVF ഒന്നും ചെയ്തില്ലല്ലോ? ഇല്ല. അല്ല, സി, എൻഡോമെട്രിയോസിസ് ഫസ്റ്റ് ഓഫ് ഓൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിൽ നിങ്ങൾ പോയി കാണില്ല. ദറ്റ് ഈസ് ദ കറക്റ്റ് പ്രോട്ടോകോൾ ഉണ്ട്. ദ വേൾഡ് എൻഡോമെട്രിയോസിസ് സൊസൈറ്റി എന്ന് തന്നെ പറഞ്ഞു വരണമുണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെ അത്ര ഈസി അല്ല ഇൻ്റർനാഷണൽ പ്രോട്ടോകോൾഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ അലോപ്പത്തി ഓർ മോഡേൺ മെഡിസിനിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ല, വേൾഡ് മുഴുവനും ഫോളോ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഒരുപാട് റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ യൂട്രസ് ഡിസീസസിന് നമ്മൾ ഓപ്പറേഷൻസ് ഒന്നുമല്ല. വി ഹാവ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ യൂട്രസ് ഓവറി ഡിസീസസിന് ഒരു സർജറി ഇല്ലാത്തുള്ള ട്രീറ്റ്മെൻറ്റാണ് ആദ്യത്തെ ലെവലിലേക്ക് കണ്ടുപിടിക്കുക, ട്രീറ്റ് ചെയ്യുക വിത്ത് മെഡിസിൻസ്. അങ്ങനെയാണ്. സോ നമുക്ക് സർജറി ആക്ച്വലി ലാപ്രോസ്കോപ്പിയുടെ ആവശ്യം പോലും ഇല്ല. വേറൊരു നല്ലൊരു MRI പോലത്തെ ഒരു സ്കാൻ ചെയ്താൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടു എൻഡോമെട്രിയോസിസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോഴേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ എത്രയോ എൻഡോമെട്രിയോസിസ് സിസ്റ്റം ഉള്ളവരുണ്ട്. ഐ എം ട്രീറ്റിംഗ് നൗ. അത് കുറഞ്ഞു വരാൻ പറ്റും. അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് വിച്ച് വിൽ സീ. അങ്ങനെ ഇതിന് ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് ദേഹത്തിന് ചേരില്ല എന്നാര് പറഞ്ഞു? ദേഹത്തിന് ചേരുന്ന തക്ക ഓരോരുത്തരുടെ ബോഡിക്കും ഏറ്റ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അവരവരുടെ ബോഡിക്ക് ഏറ്റ പോലത്തെ ട്രീറ്റ്മെൻറ്റാണ് തരേണ്ടത്. പിന്നെ എനിക്ക് അത് ചേരില്ല ഇത് ചേരുന്നില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണത്. നമുക്ക് ചേർന്ന ട്രീറ്റ്മെൻറ്റ് എല്ലായിടത്തും എല്ലാ ഇതിലും ഉണ്ട്. ഓക്കെ. സോ ഡോണ്ട്, എന്തിനും നമ്മൾ പ്രജുഡിസ്റ്റിക് ആവുക, ജഡ്ജ് ചെയ്യരുത്. ഇതെനിക്ക് പറ്റത്തില്ല, അതെനിക്ക് പറ്റത്തില്ല. യു ഷുഡ് ട്രൈ ദ ബെസ്റ്റ്. അപ്പോൾ യു കം ടു മീ, ഐ ടെൽ യു ഹൗ, ഐ സീ ടു യു ഹൗ യു ആർ. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറ്റുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് നമ്മൾ എടുത്ത ഉടനെ ഒരാളിലോട്ട് കുറേ മരുന്നുകളല്ല തരുന്നത്. പിന്നെ മരുന്നുകൾ കൊണ്ട് എല്ലാം നടക്കുന്നു വിചാരിക്കേണ്ട. ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വേണം പല കാര്യങ്ങൾക്കും. അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യും മുമ്പേ ഞാൻ ആദ്യം ന്യൂട്രീഷൻ, അതായത് അവരുടെ ബോഡിയിൽ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ചേഞ്ചസ്, അവരുടെ ബേസിക് എക്സസൈസസ്, ബേസിക് ചെയ്യേണ്ട ചേഞ്ചസ്, പിന്നെ രീതികൾ, അവർ ക്യാരി ഔട്ട് ചെയ്യുന്ന രീതികളുടെ ചേഞ്ചസ്, ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കറക്റ്റ് ആയാലേ, ഹെൽത്ത് കറക്റ്റ് ആയാലേ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും റെസ്പോണ്ട് ചെയ്യുള്ളൂ. പിന്നെ ആസിഡിറ്റി ഉള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻ എടുക്കാതെ ഗുളികൾ കൊടുത്താൽ ഓഫ് കോഴ്സ് യു വിൽ ബി ഫീലിംഗ് ബാഡ്. ഓഫ് കോഴ്സ് എല്ലാത്തിനും ഒരു പ്രതിവിധിയുണ്ട്. ഒരു ഇത് കൊടുക്കുമ്പം അതിന് ഒരു പ്രിവെൻഷനും കൂടി. ഇഫ് യു നല്ല ആസിഡിക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് വിൽ ഗിവ് ദ ബെസ്റ്റ് പ്രിവെൻഷൻ ഇഫ് ദേ ഹാവ് എ പ്രോബ്ലം. അങ്ങനെ വേണം പോവാൻ ഡ്രഗ്സ്. ഓക്കെ.
അതേപോലെ നല്ല ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് വേണം നമ്മൾ മെഡിസിൻസ് ഒക്കെ എടുക്കാൻ തന്നെ. സോ എല്ലാ മരുന്നുകൾ കൊണ്ടല്ല, ഇൻഫാക്ട് ഐ ആം നോട്ട് ട്രീറ്റിംഗ് എവറിത്തിങ് വിത്ത് മെഡിസിൻസ്. കുറേയൊക്കെ നിങ്ങളുടെ ഇത് ബോഡി ലൈഫ് ചേഞ്ചസ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടേ ഐ വിൽ സ്റ്റാർട്ട് മൈ ട്രീറ്റ്മെൻറ്റ് ഓൾസോ. ഓക്കെ, സോ ഇഫ് യു ക്യാൻ കം ഐ ക്യാൻ ഹെൽപ്പ് യു. അത് മാത്രമല്ല ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എൻഡോമെട്രിയോസിനുണ്ട്. കുറച്ച് സമയം എടുക്കും, മേ ബി ഇറ്റ് വിൽ ടേക്ക് 10 to 11 months ഒക്കെ എടുക്കുമായിരിക്കും, ഡിപ്പെൻഡിങ് എപ്പോൾ. ഇപ്പോൾ 10 വർഷക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് ക്രോണിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഷുവർ ഷോട്ടാണ്, യു വിൽ ഗെറ്റ് എ ചൈൽഡ്. ബട്ട് യു ഷുഡ് കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ട് 0 ലെവലിലേക്ക് വരണം എൻഡോമെട്രിയോസിസ്. അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് പോയാൽ കറക്റ്റായിട്ട് എത്രയോ പേര് റിലീവ്ഡ് ആവുന്നുണ്ട്, കുട്ടികൾ കിട്ടുന്നുമുണ്ട്. ഭയങ്കരമായിട്ട് ഹെവി ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് ആലോചിക്കാതെ ജസ്റ്റ് നോർമലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു പോയാൽ തന്നെ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് കോളർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം സംസാരിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഡോക്ടർ സ്വീറ്റിയുടെ ഹോസ്പിറ്റൽ തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിലാണ്, പുനർജനി ഹോസ്പിറ്റൽ. ഓൺലൈനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാം, ഡോക്ടറോട് കൺസൾട്ടേഷൻ എടുക്കാം, ഒരു സെക്കൻഡ് ഒപ്പീനിയനോ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ ഒരു കോൾ അവേ ഡോക്ടർ അവൈലബിൾ ആണെന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഡോക്ടർ ഇപ്പോൾ തൊട്ട് മുമ്പ് വിളിച്ച കോളറോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഡോക്ടർ ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ കട്ടായിപ്പോയി ഡോക്ടർ. എനിക്ക് തോന്നിയ കാര്യം മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ഒരുപാട് പലർക്കും പല ഇൻഹിബിഷൻസും ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന സമയം അതിനുശേഷം പലപ്പോഴും ആദ്യം പോയി മെഡിസിൻ എടുക്കും, ആ ഒരു ഡോസ് കഴിയുമ്പോൾ പിന്നെ ഒരു ഫോളോ അപ്പിന് പോലും പലപ്പോഴും ഒന്ന് സബ്സൈഡ് ചെയ്യുമ്പോൾ തയ്യാറാവാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് പലപ്പോഴും ഈ എൻഡോമെട്രിയോസിസ് ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂട്രസുമായിട്ട് റിലേറ്റ് ചെയ്ത അസുഖങ്ങളെ കുറച്ചുകൂടി ഗ്രേവ് ആക്കും തോന്നുന്നു, അല്ലേ ഡോക്ടർ? സോ ഈ എൻഡോമെട്രിയോസിസ് ഒക്കെ ഉണ്ടല്ലോ, ഇറ്റ് നീഡ്സ് എ ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ്. ഒന്നാമത് ഞാൻ യൂഷ്വലി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബിഫോർ മാരേജ് ഇറ്റ് സെൽഫ് ഞാൻ യൂഷ്വലി, അതായത് പീരിയഡ് ടൈമിൽ നല്ല പെയിൻ വരും പെൺകുട്ടികൾക്ക് യൂഷ്വലി. ഞാൻ ഒന്നുകൂടെ ഇടപെടുന്നു, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? എന്റെ പേര് ശ്രീജ എന്നാണ്. ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുക. ഒന്ന് അവിടുത്തെ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ ഡോക്ടറോട്? ശരി. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. മെനോപോസ് അഥവാ ആർത്തവ വിരാമമാണ്. ചോദ്യം ചോദിക്കാം കേട്ടോ ഡോക്ടറോട്. ഹലോ ശ്രീജ. ഡോക്ടർ, പിന്നെ ഞാനൊരു PCOD ഒരു 12 കൊല്ലം കൊണ്ട് PCOD അങ്ങനെ ഒരു വിഷയമായിട്ട് ഇരിക്കുവായിരുന്നു. അങ്ങനെ അതെ, PCOD. എനിക്ക് കല്യാണം കഴിച്ച സമയത്ത് അറിയത്തില്ല. അങ്ങനെ 2 വർഷം കുട്ടികളൊന്നും ഇല്ലാതിരുന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് PCOD ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ പിന്നെ മരുന്നൊക്കെ കഴിച്ചു മാറി. അപ്പൊ പീരിയഡ്സ് ഒക്കെ റെഗുലർ ആയിരുന്നോ കല്യാണത്തിന് മുമ്പേ? പീരിയഡ്സ് കുഴപ്പമില്ല, റെഗുലർ ആയിരുന്നു. പിന്നെ അങ്ങനെ മരുന്നൊക്കെ കഴിച്ചിട്ട് നമ്മുടെ അഞ്ചാലിമൂട്, കൊല്ലം അഞ്ചാലിമൂട് PN ഒരു ഹോസ്പിറ്റലിലാണ് കണ്ടത്. ഡോക്ടർ ബീന എന്ന് പറയും. അങ്ങനെ മാമാണ് നമ്മളെ നോക്കിയതും എല്ലാം ചെയ്തതും ഒക്കെ. പക്ഷേ ഇപ്പോഴും ചെറിയ രീതിയിൽ ഇങ്ങനെ PCODയുടെ ആ ഒരു ഇത് നമുക്കിങ്ങനെ ഉണ്ട്. ഇടയ്ക്ക് പീരീഡ്സ് ആവുന്നില്ല, ആയാൽ തന്നെ അങ്ങനെ ഓവർഫ്ലോ. പിന്നെ എന്തുവാ, പിന്നെ ഇതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്കങ്ങ് കുറച്ച് അസിഡിറ്റി പ്രശ്നങ്ങളും ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെ വന്ന് നല്ല ഓവർ വെയിറ്റ്, അങ്ങനെ കുറെ വിഷയം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ PCOD ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, ഇപ്പൊ എടുക്കുന്നില്ല. പക്ഷെ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ സഹിക്കാൻ വയ്യാത്ത ഭയങ്കരമായ വയറുവേദനയും കാല് കഴിക്കുന്ന പോലെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ അടുത്തിടയ്ക്ക് സ്കാൻ വല്ലതും ചെയ്ത് നോക്കിയോ? സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ചെറുതായിട്ടുണ്ടെന്ന് പറയുന്നു. PCOD മാത്രമേ ഉള്ളോ? അതിന് ഇത്രയും വേദന വരുന്നുണ്ടോ? ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത. അത് PCODയിൽ പീരീഡ് വരാതിരിക്കും, പക്ഷെ ഇത്രയും വേദന വരുമോ എന്നുള്ളത് സംശയമുണ്ട്. വരാൻ പറ്റുമെങ്കിൽ ട്രിവാൻഡ്രത്തിനടുത്ത് അല്ല കൊല്ലം, ബട്ട് ഇഫ് യു ക്യാൻ കം ടു ട്രിവാൻഡ്രം പേട്ട ജംഗ്ഷൻ അറിയപ്പെടുന്നതെങ്കിൽ യു ക്യാൻ കം ദർ ആൻഡ് അക്ഷരവീഥി റോഡ് പുനർജനി ഹോസ്പിറ്റൽ. സോ എനിക്കിതൊന്ന് ഗൂഗിൾ വഴി കിട്ടുമായിരിക്കും. ബട്ട് എനിവേ ലാൻഡ് നമ്പറിൽ വിളിച്ചാൽ കുറച്ചും കൂടെ ഒരു വഴി കറക്റ്റായിട്ട് പറഞ്ഞുതരും.
Okay, so please come with all the reports so that ഇനി അത് നമ്മൾ ഏതെങ്കിലും ഒരു സീനിയറിനെ കൊണ്ട് ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കണം. PCOD മാത്രമേ ഉള്ളൂ, ഇപ്പോഴും കുട്ടികളില്ലല്ലോ? കുട്ടികളുണ്ട്. ആ, എത്ര കുട്ടികൾ? 2 ആയി. അപ്പോൾ ഇപ്പോൾ ഏജ് എത്രയായി? 29. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നല്ല പെയിനും കൂടിയുണ്ട്. ആ, സോ അപ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു നല്ല സീനിയർ സൊണോളജിനെ കൊണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ലെറ്റസ് ഫൈൻഡ് ഔട്ട് ഇത് PCOD മാത്രമാണോ അല്ലെങ്കിൽ ഈ പെയിനിന് വേറെ കാരണങ്ങൾ വല്ലതും ഉണ്ടോ, യൂട്രസ് ഡിസീസസിൻ്റെ വല്ല ഇതും കൂടി ഉണ്ടോ എന്ന് നോക്കണം. എന്നുവെച്ചാൽ PCOD മാത്രമാണെങ്കിൽ ഇത്രയും വലിയ പെയിൻ വരണ സാധ്യത കുറവാണ്. സോ അതും കൂടി കണ്ടുപിടിച്ചിട്ട് ലെറ്റസ് ട്രീറ്റ്, മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര യങ് ഏജിലാവുമ്പോൾ പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് അതിനെ മാറ്റിയിട്ട് മെയിൻ്റനൻസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ശ്രീജ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ആക്ച്വലി ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു നിർത്തിയത്. ഇപ്പം PCOD, അഡിനോമയോസിസ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ മെനോപോസിനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്നുള്ളത്, പിന്നെ റെഗുലർ ഫോളോ അപ്പ് ഒരു ഇമ്പോർട്ടൻസ്. സോ ഇപ്പോൾ വാട്ട് ഈസ് മെനപ്പോസ്? മെനപ്പോസ് എന്ന് പറയുന്നത് പതുക്കെ പീരിയഡ്സിൻ്റെ അളവ് കുറയുക, അല്ലാതെ ഇവിടെ ഉള്ളവർ വിചാരിക്കും പോലെ ഭയങ്കരമായ ബ്ലീഡിങ് വന്നിട്ടാണ് നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ബ്ലീഡിങ് കൂടുമ്പോഴത്തേക്കും പോയി ഒരു സ്കാൻ ചെയ്യില്ല, നോക്കില്ല. ബ്ലീഡിങ് കൂടുന്നത് പീരിയഡ്സ് നിൽക്കാൻ പോകും. 45-46 വയസ്സാകുമ്പോൾ വിചാരിക്കുക ബ്ലീഡിങ് കൂടുന്നത് പീരിയഡ്സ് നിൽക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്കാനും ചെയ്യില്ല, ഒന്നും നോക്കത്തില്ല. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, മറ്റേതെങ്കിലും വലിയ അസുഖമായിരിക്കും. ഈവൻ ഈ ഇറ്റ് ക്യാൻ ബി ക്യാൻസർ, സ്റ്റിൽ ദേ വോണ്ട് ഡു എ സ്കാൻ. ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ സ്ത്രീയുടെ അവയവങ്ങളിലുള്ള ഒരു ക്യാൻസർ കൊണ്ടും ആളുകൾക്ക് മരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ കണ്ടുപിടിച്ച 3rd സ്റ്റേജ് ക്യാൻസേഴ്സ് യൂട്രസ് വരെ ആളുകൾ സർവൈവ് ചെയ്യും. ക്യാൻസർ, ഈ സ്ത്രീ അവയവങ്ങളിലുള്ള ക്യാൻസർ പെട്ടെന്ന് അങ്ങനെ പടരുന്നതല്ല. സോ ഇറ്റ് ഈസ് വെരി മച്ച് ബെറ്റർ നമുക്ക് ഈ ഓവർ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോഴേ ആദ്യമേ പോയി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത്. ഈ പിന്നെ ഫ്രം നൗ ഓൺ ഐ ആം ടെല്ലിങ്, ഈ ഓപ്പറേഷൻ ചെയ്യുമോ എന്നുള്ള പേടിയിൽ പ്ലീസ് പോയി സ്കാൻ ചെയ്യാതിരിക്കണ്ട. ഇതിപ്പോൾ വീണ്ടും പറയണത് സർജറി ഇല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. യൂട്രസിൻ്റെ മുഴയാണെങ്കിലും അഡിനോമയോസിസ് ആണെങ്കിലും. പിന്നെ ഇവിടെ കാണിക്കണ ഈ ബഹളം ഈസ് നോട്ട് നീഡഡ്. വേൾഡ് ഓവർ ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഒരു മുഴ കണ്ട ഉടനെ യൂട്രസിനെടുത്ത് മാറ്റുക, പ്രശ്നം ഉണ്ടാക്കുക, ഇങ്ങനത്തെ ഒരു പ്രശ്നവും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നത് ഓൺലി ഹിയർ ഇൻ ഇന്ത്യ ഓർ മേ ബി ഇൻ സൗത്ത് ഇന്ത്യ ഓർ മേ ബി ഇൻ കേരള മോർ. എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഇൻകം ഫോർ സോ മെനി ബിസിനസ് പീപ്പിൾ. ഇറ്റ് ഹസ് ബിക്കം എ ബിസിനസ് ടു മൂവ് റാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ടു റിമൂവ് വിമൺ ഓർഗൻസ്. ഇറ്റ്സ് ബിക്കം എ റാക്കറ്റ് ആക്ച്വലി. ഏജ് നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. 33, 35, 36, വാട്ട് ഇസ് ദിസ്? ഇതൊക്കെയാണ് മെനോപോസിനെ പറ്റി പറയണു. ഐ ആം സോ വെരി സോറി ടു സേ മെനോപോസ് ഇസ് നോട്ട് ഹാപ്പനിങ് ഹിയർ. മെനോപോസ് ഇസ് മെയ്ഡ് ഇൻ കേരള because they are making people menopaused in Kerala. എന്തെന്ന് വെച്ചാൽ ഈ ചെറിയ പെമ്പിള്ളേരെല്ലാം പിടിച്ചിട്ട് 30-ലും 33-ലും 35-ലും നിങ്ങൾക്ക് ഫൈബ്രോയിഡ് ഉണ്ട്. ഫൈബ്രോയിഡിന് ഇത്രയും വലിയ ബഹളം വയ്ക്കേണ്ട കാര്യം എന്താ? വി ആർ കോൺസ്റ്റൻ്റ്ലി മോണിറ്ററിങ്. ഇറ്റ് ഈസ് നോട്ട് ക്യാൻസർ. അതിൻ്റെ സൈസ് പതുക്കെ കുറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രോബ്ലമും ഇല്ല. അതിനെക്കൊണ്ട് ഓവർ ബ്ലീഡിങ് ഇല്ല, പെയിൻ ഇല്ല, ഒന്നുമില്ല. അവർ അറിയണ പോലും ഇല്ല. 10 സെൻറ്റിമീറ്റർ ആവരണവരെ 10 വർഷം വരെ അവർ അറിഞ്ഞിട്ടില്ല. 10ാമത്തെ വർഷം എന്തോ ഒരു ചെറിയ വെയിറ്റ് തോന്നിയപ്പോൾ പോയി സ്കാൻ ചെയ്തു. അങ്ങനെയുള്ള ആൾക്ക് 10 മാസമോ 12 മാസമോ എടുത്ത് കുറഞ്ഞാൽ പോരെ, അതിൻ്റെ സൈസ് കുറഞ്ഞാൽ പോരെ. ഇത്രയും ബഹളം എടുത്ത് വി ഹാവ് മെഡിസിൻസ് നൗ, വെരി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് മെഡിസിൻസ്, ഒരൊറ്റ സൈഡ് ഇഫക്റ്റും ഇല്ലാതെ. ഇൻഫാക്റ്റ് RCCയിലൊക്കെ അതൊന്നും ഇവിടെ ആർക്കും അറിയത്തില്ല. ഈ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉള്ള ലേഡീസിന് അവർ ബ്രസ്റ്റൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും യൂട്രസിൽ ഫൈബ്രോയിഡ്സ് കണ്ടു കഴിഞ്ഞാൽ 4-5 വർഷത്തേക്ക് കഴിക്കാനായിട്ട് ഒരു സിംഗിൾ ടാബ്ലറ്റ് കൊടുത്തുവിടും. വാട്ട് ഡസ് ദാറ്റ് മീൻ? അതൊക്കെ അവരുടെ പ്രോട്ടോക്കോളിലുള്ളതാണ്. അതൊക്കെ ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോളാണ് ആ ഫൈബ്രോയിഡ് വലുതാവാതിരിക്കാൻ. That's all. That is all. And I have so many cancer survivors, breast cancer survivors, taking that. കാര്യം വെച്ചാൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ യൂട്രസിലൊരു 1-2 മുഴ കാണും. സോ അത് വലുതാവാതിരിക്കുക ഇത് കൊടുത്തു വിടും അവർ. സോ അതൊന്നും ഇവിടെ ആരും അറിയുന്നില്ല.
സോ അവിടെയുള്ളവർക്കൊക്കെ അറിയാം അതൊരു പ്രോട്ടോക്കോളാണ്. അവർക്ക് ഇനി വീണ്ടും യൂട്രസ് റിമൂവ് ചെയ്ത് ഒരു സർജറിയിലേക്ക് പോകണ്ട എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഫൈബ്രോയിഡ് അത്ര വലിയ പ്രശ്നമല്ല എന്നറിയുന്നതുകൊണ്ട് 4-5 വർഷമായിട്ട് ആ ടാബ്ലറ്റ്സ് എടുത്ത് അതിന് അതേ ലെവലിൽ വെച്ചിരിക്കുന്നവരെ എനിക്കറിയാം. അവർ മെനോപോസൽ ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ അടുത്ത് വരുന്നവരുണ്ട്. ഞാൻ ഒന്ന് ഇടപെടുന്ന ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? മാം, എൻ്റെ പേര് ബിന്ദു. എവിടുന്ന് വിളിക്കുന്നു? ആലപ്പുഴ. നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. മെനോപോസ് അഥവാ ആർത്തവ വിരാമമാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്. സംസാരിച്ചോളൂ. മാം ഹലോ. ഹലോ. മാം ആ പറഞ്ഞോളൂ. യെസ്. ഹലോ. ആ ഹലോ, പറഞ്ഞോളൂ കേട്ടോളൂ. എനിക്ക് യൂട്രസിന്റെ അത് ഫൈബ്രോയിഡ് ഉണ്ട്. ആ ഇത്രല്ലേ ഉള്ളൂ. ഡെഫിനറ്റ് പക്ഷെ ആയിട്ട് അത് ട്രീറ്റ്. 6 ആയിരുന്നു, ഇപ്പോ 7 ആയി. ഓക്കെ, വി ക്യാൻ ട്രീറ്റ് ഇറ്റ്. സോ വാട്ട്? തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യാം. അത് കുറയാൻ വല്ലതും? തീർച്ചയായിട്ടും കുറയും. ഐ അഷ്യൂർ യു, ഐ പ്രോമിസ് യു കുറയും. ബട്ട് ടൈം എടുക്കും. 1-2 ഗുളിക ടൈം എടുത്താലും കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കും. ഡെഫിനറ്റ്ലി കുറയും. ആരായി പേടിപ്പിച്ചത്? യു ജസ്റ്റ് കം ടു മീ, ഡോണ്ട് ക്രൈ. ഐ തിങ്ക് യു ആർ ക്രൈയിങ്. പ്ലീസ് ബി സ്ട്രോങ്. കാരണം ആരും നോക്കാനില്ല, അതുകൊണ്ട്. ആ ഒരാളും നോക്കണ്ട, ഞാൻ നോക്കാം. പ്ലീസ് കം ടു മീ. ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ എന്താണ്? യു ഷുഡ് ബി സ്ട്രോങ്. ഇഫ് യു ആർ നോട്ട്, നമ്മൾ തന്നെ നമ്മളെ സ്ട്രോങ് ആക്കുക വേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടേ? നമ്മളുടെ ഉള്ളിൽ ശക്തിയുണ്ട്. ആ ശക്തിയെ യു ഷുഡ് ബ്രിങ് ഇറ്റ് ഔട്ട്. ബി സ്ട്രോങ്. ഐ എം ദെയർ ഫോർ യു. പ്ലീസ് കം. 7 അല്ല, ഇപ്പൊ 15 സെന്റിമീറ്റർ ഉള്ള ആള് വരെ എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുക. ഇതിപ്പോ നാളെ തന്നെ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ഇത് പതുക്കെ കുറഞ്ഞാ മതി. പതുക്കെ കുറഞ്ഞാ മതി. പക്ഷെ എനിക്ക് 3 സിസേറിയൻ കഴിഞ്ഞായിരുന്നു. സോ വാട്ട്? നമുക്കിത് പതുക്കെ കുറഞ്ഞാ മതി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യണ്ട, പതുക്കെ കുറഞ്ഞാൽ മതി. യു ബ്രിങ് ഓൾ ദ റിപ്പോർട്ട്സ്. ഐ ആം ദെയർ ഫോർ യു. ഞാൻ WHO കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ചാരിറ്റി വോളണ്ടിയറാണ് ഞാൻ. ഈ സ്ത്രീകളുടെ അവയവങ്ങൾ മാറ്റാൻ എല്ലാ രീതിയിലും എതിർക്കുന്ന ഒരാളാണ്. സോ ഐ ആം ഹിയർ ഫോർ യു. ഡോണ്ട് വറി. 7 സെൻറ്റിമീറ്ററിൽ അതിനേക്കാട്ടിലും വലിയ ഫൈബ്രോയിഡ് ഉള്ളവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓവർ വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണോ? ഓവർ വെയിറ്റ് ഉള്ളതുകൊണ്ടൊന്നും അല്ല. ഫൈബ്രോയിഡ് ആർക്ക് വേണമെങ്കിലും വരാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഫുഡിൻ്റെ ഇതൊക്കെ പറഞ്ഞു തരും. എന്തൊക്കെയാണ് കഴിക്കാം, എന്ത് കഴിക്കണ്ട, അങ്ങനത്തെ കുറച്ച്. എല്ലാം മരുന്ന് കൊണ്ടല്ല, കുറച്ച് കാര്യങ്ങൾ ഫുഡിലും ഒക്കെ നമുക്ക് മാറ്റാം. പറഞ്ഞു തരാനും എടുക്കാനും ആരുമില്ല, അതുകൊണ്ടുള്ള പ്രശ്നം. പറഞ്ഞു തരാൻ എടുക്കാനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. സോ സാധാരണ എല്ലാവർക്കും പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. നമ്മൾ എക്സ്പേർട്ട് അഡ്വൈസ് എന്നൊന്നുണ്ടല്ലോ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് വൈ. എങ്ങനെ കാണാൻ പറ്റുമോ? ഞാൻ ട്രിവാൻഡ്രത്താണ്. പേട്ട എന്ന് പറയുന്ന ജംഗ്ഷൻ ട്രിവാൻഡ്രത്ത് എല്ലാവർക്കും അറിയാം. അവിടെ അക്ഷരവീതി റോഡ്, പുനർജനി ഹോസ്പിറ്റൽ. അപ്പൊ ഏത് ടൈമിൽ? ഞാൻ 11 to 7 എല്ലാ ദിവസവും. സൺഡേസും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. 11 o'clock to 7 o'clock in the evening. 11 o'clock in the morning. 11 to 7 മണി വരെയോ? ഡെഫിനറ്റ്ലി യു ക്യാൻ ബി ക്യൂർഡ്. ബട്ട് സ്ലോലി ക്യൂർ ചെയ്താൽ മതി. ഉടനെ എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ മാത്രമുള്ള ഒന്നുമേ ഇല്ല. ഓക്കെ, അതിനുള്ള ഒരു ആവശ്യമില്ല. പതുക്കെ 1-2 ഗുളിക കഴിച്ച് നമുക്ക് ഷുഗറിനും പ്രഷറിനും 1-2 ഗുളിക കഴിക്കുന്നില്ലേ ആളുകൾ ലൈഫ് ലോങ്? അതുപോലെ 1-2 ഗുളിക കഴിച്ച് കുറച്ച് മാസങ്ങൾക്കുള്ളിലോ 1 വർഷത്തിനുള്ളിലോ സ്ലോലി മാറ്റിയാൽ മതി. ഓക്കെ, ഞാൻ എത്ര നാൾ വേണേലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്ലോലി പതുക്കെ മാറുള്ളൂ. പതുക്കെ മാറ്റിയാൽ മതി. മതി, വന്നാ മതി. ഓക്കെ, cheer up, cheer up, cheer up. Give me a smile. Okay, are you smiling? ഒന്ന് ചിരിക്കുകയാണോ? എന്തോ ചിരിക്കുകയാണോ ഒന്ന്? യു ആർ ഓക്കെ. യു വിൽ ബി ഓക്കെ. ഐ അഷ്യൂർ യു 100% ഗ്യാരണ്ടി യു വിൽ ബി ഓക്കെ. ആർ യു ഫൈൻ നൗ? നോ നീഡ് ഫോർ എനി സർജറി. യു വിൽ ബി ഓക്കെ. ഫൈബ്രോയിഡ് കുറയും, പതുക്കെ കുറയും. അതിൽ 1-2 ഗുളികളെ നമ്മൾ എടുക്കുള്ളൂ. വി വിൽ ബി ഓക്കെ. വി വിൽ ബി ഓക്കെ ടുഗദർ. ആർ യു ഓക്കെ നൗ? ഓക്കെ മാം, ഞാൻ വരാം തീർച്ചയായിട്ടും. ഷുവർ. ചിയർ അപ്പ് ബാബാ, ചിയർ അപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വല്ലാത്തൊരു, എനിക്ക് തോന്നുന്നു ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട്.
അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. 7 centimeters അല്ലേ ഡോക്ടർ? ചെറിയൊരു ഫൈബ്രോയിഡ് ആണ്, അത്ര വലിയ 15 centimeters വരെ now under treatment ഉണ്ട്. I tell them not to rush up. So where are we running to? ഇപ്പോൾ ഉടനെ ഇത് എടുത്ത് മാറ്റി അത് എന്തെങ്കിലും ആവാൻ പോകണം. നത്തിങ്. ഷീ ഈസ് നോട്ട് ഈവൻ ഹാവിങ് എനി പ്രോബ്ലം. 15 centimeter ഉള്ള ആൾക്ക് ഒരു പ്രോബ്ലമോ ഇല്ല. അവരുടെ എന്ത് ചെയ്യാൻ പറ്റും? അവർ വെച്ചിരുന്ന് പേടിച്ചിട്ട് വലുതായതാണ്. സോ ലെറ്റ് ഇറ്റ് ടേക്ക് 1 year or 12 months or 15 months. 1-2 ഗുളിക, നമ്മളിപ്പം ഷുഗറും പ്രഷറും വന്നാൽ ലൈഫ് ലോങ് ഗുളിക കഴിക്കുന്നില്ല. ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അത്രയേ ഉള്ളൂ. ഒരു 15 മാസം 1-2 ഗുളിക കഴിക്കേണ്ടി വരും. സ്ലോലി ഇറ്റ് വിൽ കം ടു 2 or 3 centimeters. ദാറ്റ്സ് ഓൾ. സോ വാട്ട്? സോ പതുക്കെ മാറിയതുകൊണ്ട് 1-2 ഗുളിക ദിവസം എടുക്കുന്നതുകൊണ്ട് എന്ത് പ്രോബ്ലമാണ്? ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഇവിടെ ആളുകൾ ഗുളിക എടുക്കുന്നില്ലേ? ആണുങ്ങളൊക്കെ എത്രയോ വയസ്സ്, 25 വയസ്സ് തൊട്ട് 30 വയസ്സ് തൊട്ടേ എടുക്കുന്നവരുണ്ട്. ടേക്ക് ഇറ്റ് ദാറ്റ് വേ. വെൻ വിൽ വി സ്റ്റാർട്ട് ടേക്കിംഗ് ഇറ്റ് ദാറ്റ് വേ, വിൽ ബി ഓക്കെ വിത്ത് ദറ്റ് വേ. ഇവിടെ എന്താ വെച്ചാൽ ഉടനെ ബഹളം ഉണ്ടാക്കി ആളുകളെ പേടിപ്പെടുത്തി. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഇറ്റ്സ് എ റാക്കറ്റ്. സ്ത്രീ അവയവങ്ങൾ എടുത്തു മാറ്റുന്ന ഒരു റാക്കറ്റാണ്. ആൻഡ് ദാറ്റ്സ് ഹൗ മെനോപോസ് ഇസ് പ്രൊഡ്യൂസ്ഡ്. മെനോപോസ് ഇസ് മെയ്ഡ് ബൈ പീപ്പിൾ ഇൻ കേരള. ദറ്റ് ഈസ് ഒന്നി ഇത് ആളുകൾ ഇപ്പോൾ മെനോപോസ് ശരിക്കും വെറുതെ വിട്ടാൽ ഇന്ന് പെണ്ണുങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. അവർക്ക് കുറച്ചും കൂടെ ഫുഡൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. സോ അവർക്ക് 50-55 വരെ അവർക്ക് നല്ല ജീവിക്കാനുള്ള ഒരു മെനോപോസ് ആകാതെ ഒരു 50, 53, 55 വരെയൊക്കെ എല്ലാവരും പോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദ ബോഡി, ഹാർട്ടിനെ എല്ലാം. പക്ഷേ ഇവിടെ എന്താ നടക്കണേ? മെനോപോസ് വന്നിട്ട് 30 വയസ്സിലും 40 വയസ്സിൽ, മിനിമം 40 വയസ്സിൽ യൂട്രസ് എടുത്ത് മാറ്റിയിരിക്കും. 40 തൊട്ട് 50 നമ്മളെടുത്ത സർവേ ഞാൻ പറഞ്ഞല്ലോ, 42%, 43% സ്ത്രീകൾക്കും എടുത്തു മാറ്റി. അതായത് 2 സ്ത്രീയിൽ 1 സ്ത്രീക്ക് 40 വയസ്സിന് മുകളിൽ യൂട്രസ് ഇല്ല. അപ്പോൾ മെനോപോസാണത്. മെനോപോസ് ഇപ്പോൾ സർജറി കൊണ്ട് ഇതെല്ലാം എടുത്തു മാറ്റിയാലും അത് സ്വന്തമായിട്ട് അതിൻ്റെ പ്രവർത്തനം നിർത്തിയാൽ 2 മെനോപോസ് തന്നെയല്ലോ. സോ സർജിക്കൽ മെനോപോസാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ ഇവരുടെ എല്ലാം വിചാരം അതിന് ശേഷം ഉണ്ടാകുന്ന പ്രോബ്ലംസിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഒരു സ്ത്രീയും തുറക്കത്തില്ല, മിണ്ടാതിരിക്കും. ദാറ്റ് ഈസ് ദേ തിങ്ക് ദാറ്റ് ഇതെല്ലാം ഞാൻ സഹിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ആവശ്യമില്ല. ഇതിപ്പോൾ സർജറിയുടെ മെനോപോസ് ആണെങ്കിലും സ്വന്തമായിട്ട് അല്ലാതെ പീരിയഡ്സ് നിന്നതാണെങ്കിലും ന്യൂട്രീഷൻ കൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ്. ഇനി പോകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് അതിനും ഇവിടെ പേടിപ്പെടുത്തുന്നവർ ഹോർമോൺ കൊടുക്കും, അത് കൊടുക്കും. ഒന്നിൻ്റെ ആവശ്യമില്ല. ന്യൂട്രീഷണൽ ട്രീറ്റ്മെൻറ്റാണ്. ഹോർമോൺ പോലെ ഇരിക്കുന്ന വേരുകളുണ്ട് നമ്മുടെ സ്ത്രീ ഹോർമോൺ, അതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കൂടെ. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് അവിടെ ഇപ്പോൾ മെയിനായിട്ട് കെയർ ചെയ്യേണ്ടത് ജോയിൻറ്റ്സ്, പിന്നെ നമ്മുടെ ബോൺസ്. എല്ല് ദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഇതിൻ്റെ ഓരോ എല്ല് തേയ്മാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കെയർ ചെയ്യണം. സോ ന്യൂട്രീഷണൽ വൈസ് നമുക്ക് കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എല്ലുകൾക്ക് വേണ്ടി, ഹാർട്ടിൻ്റെ ഗുഡ്നെസ്സിന് വേണ്ടി. സ്ത്രീ ഹോർമോൺ പോലെ ഇരിക്കുന്ന മിമിക് ചെയ്യുന്ന ട്യൂബേഴ്സ് ഉണ്ട്, അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഇത് കംപ്ലീറ്റ്ലി ന്യൂട്രീഷൻ ബേസ്ഡ് ട്രീറ്റ്മെൻറ്റാണ്. എന്ന് വെച്ചാൽ 10 മരുന്നുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ മെനോപോസിന്, അതിപ്പോൾ സർജറി കൊണ്ട് എടുത്തു മാറ്റിയതാണെങ്കിലും സ്വന്തമായിട്ട് പീരിയഡ്സ് നിന്നതാണെങ്കിലും സർജറി കൊണ്ട് എടുത്തു മാറ്റി പീരിയഡ്സ് നിന്നതാണെങ്കിലും യു ഷുഡ് ഡെഫിനറ്റ്ലി ടേക്ക് മെനോപോസൽ ട്രീറ്റ്മെൻറ്റ്. മെനോപോസിന് ട്രീറ്റ്മെൻറ്റ് എന്നൊന്നുണ്ട്, അത് ന്യൂട്രീഷൻ കൊണ്ടാണ്, സത്തുമരുന്ന് കൊണ്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് വന്നിട്ടുണ്ട്. എന്തിന്? ഈ ജോയിൻസിൻ്റെ അകത്തുള്ള ലിഗമെൻസിന് വരെ ഉണ്ട്, ടെൻഡൻസിനുണ്ട്. സോ എവ്രിതിങ്ങിനെ ന്യൂട്രീഷൻ കൊണ്ട്, അതായത് അതിൻ്റെ സത്തുകൾ കൊടുത്തിട്ട് അതിനെ റെജുവനേറ്റ് ചെയ്യാനായിട്ട്, അതിൽ ദ്രവിച്ചു പോയതിനെ തിരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ കൊളാജൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിച്ച് ക്യാൻ ഈ ദ്രവിച്ചു പോയതിനെ തിരിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് ഒരു ലേഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്യൂട്ടി, ഐ എം ഡൂയിങ് കോസ്മെറ്റോളജി ഓൾസോ ജസ്റ്റ് ബിക്കോസ് ഫോർ ദിസ് ലേഡീസ് ആൻഡ് ഫോർ ദ PCOD ഗേൾസ്. ഈ മുഖത്തുണ്ടാവുന്ന ഏജിങ് എഫക്റ്റ്, ആൻറ്റി ഏജിങ് പ്രോസസ്സ്, പിന്നെ കറുത്ത പാടുകൾ, ഇതെല്ലാം മെനോപോസിൻ്റെ കൂടെ വരുന്നതാണ്. കഴുത്തിലെ കറുപ്പ്, മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, പിമ്പിൾസ്, മുഖത്തുണ്ടാകുന്ന മുഖക്കുരുക്കൾ, പിന്നെ മുഖത്തെ മുടി വളർച്ചകൾ, പിന്നെ സ്കിൻ ഡ്രൈ ആവുന്നത്, സെക്ഷുവൽ പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് വെജൈന ഡ്രൈ ആവുന്നത്, ദിസ് ഓൾ ക്യാൻ ബി ട്രീറ്റഡ്. ഇതെല്ലാം കമ്പോർട്ട്മെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ആൻഡ് മെൻ്റലി ഉള്ള പ്രോബ്ലംസ്, ഇതെല്ലാം ആളുകൾ വിചാരിക്കുക അവർ സൈക്കാട്രി ആണെന്ന്. ഈ പീരിയഡ് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് മാറ്റുമ്പോഴോ ഹോർമോൺ പോയതുകൊണ്ടാണ് ദേ ബിഹേവ് ലൈക്ക് മൂഡ് സ്വിങ്സ്.
പെട്ടെന്ന് ദേഷ്യം വരിക, എല്ലാം എടുത്ത് കളയുക. ഇവർ വിചാരിക്കും യൂട്രസ് എടുത്ത് മാറ്റിയതുകൊണ്ട് അവരുടെ ഇത് പോയി എന്ന് വിചാരിക്കും, മെൻ്റൽ ക്വാളിറ്റി. അല്ല, ആക്ച്വലി മെൻ്റൽ ബാലൻസ് പോകുന്ന അതുകൊണ്ടല്ല, ഹോർമോണൽ ബാലൻസ് പോയതുകൊണ്ടാണ്. സോ ആ സ്ത്രീത്വത്തിൻ്റെ ഹോർമോൺ പോയതിൻ്റെ ഒരു ആങ്കർ ഇഷ്യൂസാണത്. സോ ദാറ്റ് ക്യാൻ ബി ഡെഫിനറ്റ്ലി കൺട്രോൾഡ്. എ ഫീലിംഗ് ഓഫ് വെൽ ബീയിങ് അത് കൊടുത്തു കഴിയുമ്പോൾ ഐ ക്യാൻ സീ മൈ പേഷ്യൻസ് ഗെറ്റിംഗ് വെരി മച്ച് ബെറ്റർ. ദേ ഫീൽ സോ ലൈറ്റ്, ലൈക്ക് ഫ്ലൈയിങ് ഇൻ ദിയർ ലൈക്ക് ആ ഒരു ഫീൽ ഓഫ് വെൽ ബീയിങ് കുറച്ച് ഉണ്ട്. ടാബ്ലറ്റ്സ് ആർ ദെയർ. ഇറ്റ് ഈസ് നോട്ട് സൈക്കാട്രിക് ടാബ്ലറ്റ്സ്. ഇറ്റ് ക്യാൻ മേക്ക് ദം ഫീൽ ഗുഡ്. ആ ഒരു പെട്ടെന്നുള്ള ആങ്കർ ഇഷ്യൂസ് എന്തായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള സം വെൽ ബീയിങ് ടാബ്ലറ്റ്സ് ആർ ദെയർ. ആൻഡ് ഓഫ് കോഴ്സ് ഐ ഓൾവേസ് വിൽ സേ ഇന്ത്യൻ സിസ്റ്റത്തിലുള്ള ഒരു ബെസ്റ്റ് തിങ് ആണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ, വിച്ച് വി ഇന്ത്യൻസ് വെർ ഫോളോയിങ് ഫ്രം ടൈം ഇമ്മമോറിയൽ. സോ യോഗ ആൻഡ് മെഡിറ്റേഷൻ വിൽ ഹെൽപ്പ് മെനോപോസ് ഉള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഈ ജോയിൻറ്റ് ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ അതിന് പ്രത്യേകിച്ച് യോഗ പല ടൈപ്പ് ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി യോഗാസ് തീർച്ചയായിട്ടും ചെയ്യണം. മെഡിറ്റേഷൻ വിച്ച് വിൽ ഹെൽപ്പ് യു മെൻ്റൽ ബാലൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ തലവേദനയുള്ളവർക്ക്, പിന്നെ മെൻ്റൽ ആങ്കർ ഇഷ്യൂസ് ഭയങ്കര, അതായത് ഈ മെനോപോസ് ആയ സ്ത്രീകൾ ഭയങ്കര വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യും. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് വായി തോന്നിയതൊക്കെ സംസാരിക്കും. കാര്യം വെച്ചാൽ അവരിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ഹോർമോണിൻ്റെ കപ്പാസിറ്റിയാണ് അവരെ ക്വയറ്റ് ആൻഡ് കാമായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ ആണുങ്ങളുടെ അത്രയും ദേഷ്യപ്പെടാതിരിക്കുന്നത്. അതിൽ ഒരു മാറ്റം വരും. സ്ത്രീ ഹോർമോൺ കുറഞ്ഞു പോകുമല്ലോ മെനോപോസ് സമയത്ത്, പുരുഷ ഹോർമോൺ കുറച്ച് കൂടും ആ സമയത്ത്. അതാണ് ഈ ആങ്കർ ഇഷ്യൂസ്. സാധനങ്ങൾ എടുത്തെറിയുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് കരയുക ഒരു സമയത്ത്. ഇമോഷണൽ ബാലൻസ് ഉണ്ടാവില്ല. പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിക്കുക. സോ അതും ഉടനെ സൈക്കാട്രിയെ കൊണ്ട് കാണിക്കും. സോ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മെനോപോസ് ആവുമോ അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് മാറ്റുകയോ ചെയ്യുന്ന ഒരു സ്ത്രീ മെനോപോസ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് വന്നിട്ട് പിന്നെ വന്നിട്ട് ഈ എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അവർ പോയി ഒരു ഡോക്ടറെ അടുത്ത് പറയണേ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഇത് മുട്ട് നടക്കാൻ വയ്യ, ബാക്ക് പെയിൻ ഉണ്ട്, എല്ല് വേദനയുണ്ട്, പിന്നെ ഈ ആകപ്പാട് എനിക്ക് മനസ്സിനൊരു വിഭ്രാന്തി പോലെ എന്നൊക്കെ പോയി പറയും. മുടി കൊഴിച്ചിലുണ്ട്, ഇത് കറുത്ത പാടുകൾ വരുന്നുണ്ട്, ഏജിങ് പ്രോസസ്സ് വരുന്നുണ്ട് എന്നൊക്കെ പോയി പറയുമ്പോൾ ഈ ഡോക്ടേഴ്സ് ചെയ്തവർ പറയുന്ന ആൻസേഴ്സാണ് ഇവിടെ. മെനോപോസിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഉള്ള കാര്യം പോലും ഇവിടെ പലർക്കും അറിയത്തില്ല. അവർ ഉടനെ പറയണത് ഓർത്തോയിൽ പോയിക്കോളൂ മുട്ടുവേദനയ്ക്ക്, മനസ്സിന് വിഭ്രാന്തി ഉണ്ടോ സൈക്കാട്രിക്ക് പോയിക്കോളൂ, പിന്നെ ഇത് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടോ സ്കിൻ ഡോക്ടറെ അടുത്ത് പോയിക്കോളൂ, ഹെയർ കൊഴിയുന്നുണ്ടോ സ്കിൻ ഡോക്ടറെ അടുത്ത്. സോ ഫൈനലി എന്താ പറ്റുന്നത്, ഈ സ്ത്രീ ഡെയിലി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേഷ്യൻ്റ് ആവുകയാണ്. അപ്പോൾ അതേ ഹോസ്പിറ്റലിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഗെറ്റിംഗ് ഗുഡ് പേഷ്യൻസ് ഫോർ എവറി ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ പേഷ്യൻ്റായ. സോ ദിസ് ഈസ് ഓൾ റണ്ണിങ് ഇൻ ദ ഹോൾ ഹോസ്പിറ്റൽ. മൾട്ടി സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറയുന്നത് വെച്ചാൽ അവർക്ക് മൾട്ടി ബിസിനസ്സാണിത്. സോ ദിസ് ഐ കനോട്ട് ടോളറേറ്റ് ദിസ്. മെനോപോസ്, ക്രിയേറ്റഡ് മെനോപോസ് ഇസ് വെരി ബാഡ്. ബട്ട് തനിയെ ആവുന്ന മെനോപോസിലും ഇതേ പ്രോബ്ലംസ് ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ കുറവായിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം എല്ലാം എടുത്ത് മാറ്റി ഉണ്ടാക്കുന്ന മെനോപോസ് വേറെയാണ്. പതുക്കെ ഒരു സ്ത്രീക്ക് കുറഞ്ഞു വരുന്ന മെനോപോസ് കുറച്ചും കൂടി ടോളറേറ്റ് ചെയ്യുക. അത് തന്നെ കുറച്ച് ടോളറേറ്റ് ചെയ്യാൻ നല്ല പാടാണ്. ബട്ട് ഐ എം അഷ്യൂറിങ് യു ദർ ഈസ് ട്രീറ്റ്മെൻറ്റ് ഫോർ മെനോപോസ്. ഡെഫിനറ്റ്ലി മെനോപോസിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പോലും അറിയില്ല. ഞാൻ 1000 times ഐ എം ടെല്ലിങ് ഐ എം ടേക്കിംഗ് ദിസ് ടോപ്പിക് എന്ന് തോന്നുന്നു. വൈ അഗെയിൻ ഐ എം ടോക്കിംഗ് അബൌട്ട് മെനോപോസ്. അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ സീരിയസ്ലി അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. എന്നിട്ടും ഇന്ന് ലാസ്റ്റ് വീക്കിൽ വന്ന 2 എൻ്റെ പേഷ്യൻസ്, ഒരാൾ അവരുടെ കൊളീഗിനെ പറ്റി പറഞ്ഞു, ഒരാൾ അവരുടെ സിസ്റ്റർ ഇൻ ലോയെ പറ്റി പറഞ്ഞു. 2 പേരിൽ ഒരാൾക്ക് വന്നിട്ട് എടുത്തു മാറ്റിയതാണ് യൂട്രസ്. അവരും ഇതേപോലെ മെനോപോസ് ഇഷ്യൂസ് ഫേസ് ചെയ്യാണ്. വീട്ടിലിരുന്നിട്ട് അവർക്ക് ആകെ കൂടി പ്രോബ്ലംസാണ്. ഭയങ്കര ചൂട്, പിന്നെ മെൻ്റൽ പ്രോബ്ലംസ്, നടക്കാൻ വയ്യാത്ത ബാക്ക് പെയിൻസ്, ഇതെല്ലാം അവർക്ക് ആരോടും പറയാനും പറ്റുന്നില്ല, ഇത് ചെയ്യാനും പറ്റില്ല. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, വീണ്ടും അസുഖക്കാരി എന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് അതൊരു ഇറിറ്റേഷന്. സെക്കൻഡ് തിങ്, ഒരാൾക്ക് നോർമലി ആയ മെനോപോസ്, അവർക്കും ഇതുപോലെ ചൂടിൻ്റെ പ്രോബ്ലം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ചൂടും കൂടുതലായിരുന്നല്ലോ, ആ സമയത്ത് ഭയങ്കര ഈ ഒരു സമ്മർ പ്രോബ്ലംസിൻ്റെ കൂടെ ചൂടും കൂടെ ആയപ്പോൾ ഇറ്റ് വാസ് വെരി വെരി പ്രോബ്ലമാറ്റിക്. അപ്പോൾ ഈ ലേഡീസിന് ക്വാളിറ്റി എന്നുള്ള ഒരു ലൈഫിൻ്റെ ഒരു ക്വാളിറ്റിയേ ഇല്ല. അവർ ഈ അസ്വസ്ഥതകളിൽ നിന്ന് വെളിയിൽ വന്നിട്ട് വേണ്ടേ അവർക്ക് വന്നിട്ട് സ്വന്തമായിട്ട് തൻ്റെ ലൈഫിൽ. പിന്നെ ഒരു സ്ത്രീ അനുസരിച്ച് അവർ
കണ്ണാടിയിൽ നോക്കുമ്പം അവരുടെ ഇത് ഉള്ളിൽ എങ്ങനെയായിരുന്നാലും കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊരു കോൺഫിഡൻസ് ആണ്. അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അത് പലരും എൻ്റെ അടുത്തുനിന്ന് പറയണം. ദാറ്റ്സ് വൈ ഐ ഡു നൗ ലോട്ട് ഓഫ് കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റ്, എന്ന് വെച്ചാൽ സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ്, ദാറ്റ് ഇസ് ആൻറ്റി ഏജിങ്, സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, ഈ പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ളത്. ബിക്കോസ് ഐ ക്യാൻ സീ ഗേൾസ് ആൻഡ് വുമൺ ഡെസ്പറേറ്റ്. ബിക്കോസ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ അല്ലായിരുന്നല്ലോ എനിക്കിങ്ങനെ. ബട്ട് മെനോപോസ് എന്ന് പറയുന്നത് ഇതെല്ലാം ആയിട്ട് വരുന്നതാണ്. സോ ബിഗിനിങ്ങിലേ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ആ ബ്ലാക്ക് മാർക്സ് ഒക്കെ മാറുമ്പോൾ, അവർക്ക് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ, സ്കിന്നിന് ഗ്ലോ കിട്ടുമ്പോൾ ദേ ആർ ഫീലിംഗ് മച്ച് ബെറ്റർ. സോ അവരാദ്യം കാണുന്നത് അവരെ കണ്ണാടിയിലാണ് കാണുന്നത്. അതിലൊരു കോൺഫിഡൻസ് കിട്ടുമ്പോഴേ പിന്നെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാനുള്ള കോൺഫിഡൻസ്. പിന്നെ ഈ വേദനകൾ അവർ സഹിക്കുന്ന മുട്ടുവേദന, ഇത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അവർക്ക് ഈ തന്നെത്താനേ എൻ്റെ കൺട്രോൾ എനിക്ക് കിട്ടുന്നില്ല, പിന്നെ പോയിരുന്ന് കരയണം അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്തൊക്കെയാണ് ആരോടെയൊക്കെ, എൻ്റെ കുട്ടികളോട് ഞാൻ എന്തൊക്കെ സംസാരിച്ചു, ഞാൻ വീട്ടുകാരോടൊക്കെ എന്തൊക്കെ അനാവശ്യം പറഞ്ഞത് പിന്നെയാണ് റിയലൈസ് ചെയ്യണത്. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് കരയുക ചെയ്യണം. സോ ഇമോഷണലി തന്നെത്താനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത് ഹോർമോണൽ ഇഷ്യൂസാണ്. അത് ഈ മെനോപോസിൻ്റെ കൂടെ വരുന്നതാണ്. ഡെഫിനറ്റ്ലി വി ക്യാൻ മേക്ക് ദം ഫീൽ ഗുഡ്. അതിന് അതാ പറഞ്ഞ കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. സോ മെൻ്റൽ ഹെൽത്ത് നന്നായിരിക്കാൻ പറ്റും നമുക്ക്. ഫിസിക്കൽ ഹെൽത്ത്, ബോൺ, അഫ്കോഴ്സ് ഹാർട്ടിനെ പിന്നെ നന്നായിട്ട് കെയർ ചെയ്യണം. പിന്നെ ആസ് യൂഷ്വൽ മെന്നിനെ പോലെ തന്നെ യു ഹാവ് ടു കെയർ അബൌട്ട് ദി ഹാർട്ട്, കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ, ഇതിനെയൊക്കെ പിന്നെ അങ്ങോട്ട്. സാധാരണ ഒരു സ്ത്രീക്ക് മെൻസ്ട്രുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളപ്പോൾ അത് തന്നെ അവർക്ക് പ്രൊട്ടക്ഷനാണ്, ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാതിരിക്കാൻ. പക്ഷേ അതിനുശേഷം ഈ ഇഷ്യൂസിനെയൊക്കെ കൂടെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്ത് പോകണം. പിന്നെ തടി വെക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മെനോപോസ് ആയിക്കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് നമ്മുടെ ഫുഡിൻ്റെ സ്റ്റൈല് കുറേ അധികം ഒരു 40s കഴിയുമ്പോൾ തന്നെ നമ്മൾ മാറ്റണം, കൺട്രോൾ ചെയ്യണം. അതിനുശേഷം ഒരുപാട് ചോക്ലേറ്റ്സ് കഴിക്കുക, നമ്മൾ കൊച്ചുകുട്ടികളെ പോലെയൊക്കെ ഉള്ള ഇത് കുറച്ചും കൂടി നമുക്ക് വന്നിട്ട് മാറ്റാൻ പറ്റണം. ഓക്കെ, സോ ദാറ്റ് കുറച്ച് നമുക്ക് വെൻ യു ആർ ഇൻ പ്രോപ്പർ ഷേപ്പ്, വെൻ യു ആർ ലുക്കിംഗ് ഗുഡ്, നോട്ട് വെയിറ്റ് കുറയ്ക്കേണ്ട ഒരു അവസ്ഥ വരാതെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ യു വിൽ ഫീൽ കോൺഫിഡൻറ്റ് ബൈ യുവർ സെൽഫ്. അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കോൺഫിഡൻ്റ് ആയിരിക്കും, ലുക്സിൽ കോൺഫിഡൻ്റ് ആയിരിക്കും, നടക്കാൻ വന്നിട്ട് പ്രശ്നമില്ല, വേദന ഇല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിരിക്കും, നമ്മൾ ഹെൽത്തി ആണെന്ന് തോന്നുമ്പോൾ തന്നെ കോൺഫിഡൻ്റ് ആയിരിക്കും. സോ ഒരു വാക്കിങ്, ഒരു ചെറിയ ജിമ്മിൽ പോകാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, യോഗ ഈസ് ദ ബെസ്റ്റ്, അത് ചെയ്യാൻ പറ്റും. സൂംബ ക്ലാസ്സസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഡാൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്. സോ എന്തെങ്കിലും ഒരു മിനിമൽ ആക്ടിവിറ്റി, ഓവർ ആക്ടിവിറ്റിയിലേക്കും പോകരുത്. സോ മിനിമം ആക്ടിവിറ്റി. നമുക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ ബോൺസ് ഒക്കെ അത്യാവശ്യം എക്സസൈസ് മതി, നോട്ട് ടു മച്ച്. സോ ദാറ്റ് വിൽ ബി ഫൈൻ. സോ ഓൾ ഓഫ് യു, മെനോപോസ് എന്ന് പറയുന്നത് ഒരു നൈറ്റ് മെയർ അല്ല, എന്ന് വെച്ചാൽ ഒരു ദുസ്വപ്നമല്ല. ദാറ്റ് മീൻസ് യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് മെനോപോസ് എന്ന് പറയുന്നത് എന്തെന്നറിയാതെ തന്നെ നമുക്ക് ലൈഫ് ക്വാളിറ്റി ആയിട്ട് അങ്ങ് ജീവിച്ചു പോവാം. മെനോപോസ് എന്താണ്? ജസ്റ്റ് നമ്മുടെ സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. അതിന് പകരം അതുപോലെയുള്ള സത്മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നു, നമ്മൾ പഴയതുപോലെ ജീവിക്കുന്നു. അത്രയേ ഉള്ളൂ. വി ആർ ഗോയിങ് ടു ലിവ് എ ബ്യൂട്ടിഫുൾ ലൈഫ് ആഫ്റ്റർ 40. ദാറ്റ്സ് ഓൾ. അതിപ്പോൾ എടുത്തു മാറ്റിയതാണെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. കഴിവതും സ്ത്രീ അവയവങ്ങൾ എടുത്തു മാറ്റാതെ നിങ്ങളെ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്ലീസ് കോൾ മീ ആസ് എ ഹെൽപ്പ് ലൈൻ വെനെവർ യു വോണ്ട്. പ്ലീസ് ഡോണ്ട് ടേക്ക് ഔട്ട് യുവർ ഹോർമോൺസ് അവേ, വിച്ച് മീൻസ് ഡോണ്ട് ടേക്ക് ഔട്ട് യുവർ യൂട്രസ് ആൻഡ് ഓവറി എടുത്തു മാറ്റുന്ന ഒരു സർജറിക്കും പെട്ടെന്ന് നിങ്ങൾ പറയരുത്. പ്ലീസ് ആസ്ക് മീ ആസ് എ സെക്കൻഡ് ഒപ്പീനിയൻ അറ്റ്ലീസ്റ്റ്. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ഹാവ് പ്രോഗ്രസ്. നമുക്ക് തീർച്ചയായിട്ടും മെനോപോസ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങളെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, വിതൗട്ട് എനി ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്. അതും പേടിക്കേണ്ട, ഒരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റോ ഒന്നും വേണ്ട. റെഗുലർ ചെക്കപ്സ് ആൻഡ് ന്യൂട്രീഷൻ, അതായത് സത്മരുന്നുകൾ മാത്രം മതി. പിന്നെ നിങ്ങളെ ഫീൽ ഗുഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നോർമൽ ഹെൽത്തിന് നോക്കാൻ പറ്റും. നല്ല രീതിയിൽ ഓടി നടക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി വുമൺ ആയിട്ട് മാറ്റാൻ പറ്റും. സോ യു ക്യാൻ ബി എ ബെസ്റ്റ് ആൻഡ് എ സ്ട്രോങ് വുമൺ എവറി ഡേ till the last day. And live with dignity and live with your head
held high. ഒരു സ്ത്രീയായിട്ട് ജനിക്കുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ബിക്കോസ് എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടത്തില്ല. സോ ഇറ്റ് ഈസ് ഓൺലി വൺ ലൈഫ്. സോ ബീയിങ് എ വുമൻ ടിൽ ദ ലാസ്റ്റ് ഡേ ലിവ് ബ്യൂട്ടിഫുള്ളി. സോ ദാറ്റ് ഈസ് ഇറ്റ്. സോ മെനപ്പോസ് എന്ന് പറയുന്നത് നമ്മുടെ എൻഡ് ഓഫ് ഇറ്റ് ഇല്ല, ഇറ്റ് ഈസ് ദ ബിഗിനിങ് of something beautiful. So we can make it a beautiful beginning. So menopause has treatment. Please contact me, whoever wants a beautiful life after menopause. Okay, bye bye. നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മന്ത്ര എന്ന് പറയുന്നത് ലൈഫ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ 40 എന്നാണ്. അപ്പോൾ 40 വയസ്സിന് ശേഷം ഈ ഒരു മെനോപോസൊക്കെ സംഭവിച്ചാൽ പോലും നമ്മുടെ ലൈഫ് നന്നായി പോകാനായിട്ട് പ്രീ മെനോപോസലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പോസ്റ്റ് മെനോപോസലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടറിൻ്റെ മെനോപോസ് ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും നമുക്ക് അതിഥിയായിട്ടുണ്ടായിരുന്ന ഡോക്ടർ സ്വീറ്റിയാണ്, തിരുവനന്തപുരം പേട്ട അക്ഷരവീതി റോഡിൽ ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അർത്ഥവിരാമം മെനോപോസ് വളരെ ഉപകാരപ്രദമായി എന്ന് കരുതിക്കൊണ്ട് പ്രേക്ഷകർക്കും കോളേഴ്സിനും ഡോക്ടറിനും നന്ദി പറയുന്നു. താങ്ക് യു.